Hello students, now we are going to study a theorem and it is about the existence of the rational number root 2. The theorem is like this. There exists a positive real number x such that root 2 ന്റെ പ്രത്യേകത അതിന്റെ സ്ക്വയർ 2 ആണ് എന്നുള്ളതാണ്. There exists a positive real number x such that positive real number x such that root 2 ന്റെ സ്ക്വയർ 2 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ root 2 ന്റെ കാര്യമൊന്നും ഇപ്പോൾ പറയുന്നില്ല, അതിന്റെ ഒരു corollary ആണ്. There exists a positive real number x such that x square equal to 2. This is the theorem. Coming to the proof, we are going to define that number whose square is 2 as a supremum of a set. We consider the set S equal to set of all S element of R, real line le kore points, such that S greater than or equal to 0 or 0 less than or equal to S. This is for there exists a positive real number 0 less than or equal to S and S square less than 2. S square less, നമുക്ക് x square equal to 2 ആയിട്ടുള്ള x ആ വേണ്ടേ. നമ്മൾ സ്ക്വയർ 2-ൽ താഴെയുള്ള പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന്റെ കളക്ഷൻ എടുക്കുന്നു. അപ്പോൾ ഈ കളക്ഷനിൽ ആരെങ്കിലും ഉണ്ടോ? വാട്ട് അബൌട്ട് 1 സ്ക്വയർ? 1 സ്ക്വയർ ഈക്വൽ ടു 1 ലെസ് ദാൻ 2. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. എസ് സ്ക്വയർ ലെസ് ദാൻ 2 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഇംപ്ലൈസ് 1 എലമെന്റ് ഓഫ് അവർ സെറ്റ് എസ് 1 പോയിന്റ് ആണ്. ഇംപ്ലൈസ് എസ് ഇസ് നോൺ എംപ്റ്റി. ഞാൻ ഉദ്ദേശം നേരത്തെ പറഞ്ഞിരുന്നു. നമ്മളുടെ ഉദ്ദേശം എസിന്റെ സുപ്രീം ആണ് 2 എന്ന് പ്രൂവ് ചെയ്യാണ്. എസിന് സുപ്രീം ഉണ്ടാവണമെങ്കിൽ എസ് നോൺ എംപ്റ്റി ബൗണ്ടഡ് എബോവ് ആണ്. ഇത് ബൗണ്ടഡ് എബോവ് ആണ്. എസ് സ്ക്വയർ ഒന്നും അല്ല ബൗണ്ടഡ് ആവണ്ടേ. എസ് സ്ക്വയർ ലെസ് ദാൻ 2 ആകുന്ന പോസിറ്റീവ് നമ്പേഴ്സിന്റെ കളക്ഷൻ ആണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പൊ ആ സെറ്റ് ബൗണ്ടഡ് എബോവ് ആണ്. എല്ലാ പോസിറ്റീവ് നമ്പേഴ്സിന്റെ സ്ക്വയർ 2-ൽ താഴെയാണെങ്കിൽ എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും ഇവിടെ വരും. ബൗണ്ടഡ് എബോവ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഏതെങ്കിലും ഒരു പോസിറ്റീവ് നമ്പറിന്റെ സ്ക്വയർ 2-ൽ താഴെയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റിയാൽ അവിടെ കൊണ്ട് ബൗണ്ട് ഉണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ 2 സ്ക്വയർ നോക്കുക. 2 സ്ക്വയർ കൺസിഡർ 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. 4 ആണ്. അത് 2-നേക്കാളും വലുതാണ്. ഗ്രേറ്റർ ദാൻ 2. എസ് സ്ക്വയർ ലെസ് ദാൻ 2 ആണെങ്കിൽ അത് എസിൽ വരുള്ളൂ. ദാറ്റ് ഇംപ്ലൈസ് 2 നോട്ട് ആൻ എലമെന്റ് ഓഫ് 2. എസിലെ പോയിന്റ് അല്ല, നോട്ട് ആൻ എലമെന്റ് ഓഫ് എസ്. അപ്പോൾ 2 എസിൽ 2 അല്ല, 2 കഴിഞ്ഞിനി ആരുമില്ല. ഓൾസോ എനി നമ്പർ, ഓൾസോ എനി 2-ന്റെ സ്ക്വയർ തന്നെ നമുക്ക് 2-നേക്കാളും 4 കിട്ടിയ 2-നേക്കാളും വലുതാണ്. അപ്പോൾ ഏത് നമ്പർ t ഗ്രേറ്റർ ദാൻ 2 എടുത്താലും ഓൾസോ ഫോർ എനി t ഗ്രേറ്റർ ദാൻ 2, t സ്ക്വയർ ഗ്രേറ്റർ ദാൻ 4. 2 സ്ക്വയർ 4 ആണ്. അതുകൊണ്ട് 2-ലും വലിയ നമ്പേഴ്സ് എടുത്താൽ t സ്ക്വയർ ഗ്രേറ്റർ ദാൻ 4 എന്ന് കിട്ടും. therefore any number greater than 2 is an upper bound of S. അപ്പോൾ എസിൽ 2 കഴിഞ്ഞാലുള്ള നമ്പേഴ്സ് ഒന്നും എസിൽ ഇല്ല. അപ്പൊ 2 കൊണ്ടൊക്കെ തീർന്നു എന്നാണ്. 2 കൊണ്ടല്ല, 2-ന് പുറകിൽ എവിടെയോ വെച്ച് ഈ 2 കൊണ്ടല്ല, 2-ന് പുറകിൽ എവിടെയോ വെച്ച് ഈ സെറ്റ് തീർന്നു. അപ്പോൾ 2 കഴിഞ്ഞുള്ള നമ്പേഴ്സ് ഒക്കെ ഇതിലില്ല. അപ്പോൾ അതൊക്കെ ഇതിന്റെ അപ്പർ ബൗണ്ട് ആയിട്ട് വരും. അതിന്റെ ഒന്നും സ്ക്വയർ 2-ൽ താഴെയല്ല, 2-ൽ കൂടുതലാണ്. അതൊക്കെ എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും ഇവിടെ ഉണ്ടെങ്കിലാണ് അപ്പർ ബൗണ്ട് ഇല്ലാണ്ട് പോകുന്നത്. അപ്പോൾ കുറെ പോസിറ്റീവ് നമ്പേഴ്സ്, കുറെ അല്ല, ഒരു സ്റ്റേജ് തുടങ്ങിയാൽ പിന്നുള്ള പോസിറ്റീവ് നമ്പേഴ്സ് ഒന്നും ഇവിടെ ഇല്ല എന്നാണ്. അതുകൊണ്ട് നമ്മളുടെ സെറ്റ് നോൺ എംപ്റ്റി ആണ്, ബൗണ്ടഡ് എബോവ് ആണ്. therefore S has a supremum. അതുകൊണ്ട് എസിനൊരു സുപ്രീമം ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പായി. S has a supremum. എസിനൊരു സുപ്രീമം ഉണ്ട് എന്ന് പറയാറായി. എസിനൊരു സുപ്രീമം ഉണ്ടെങ്കിൽ അതിന് നമുക്കൊരു പേര് വിളിക്കാം, x എന്ന് വിളിക്കാം. ദാറ്റ് x ഈക്വൽ ടു സുപ്രീമം ബൗണ്ടഡ് എബോവ് ആണ്, നോൺ എംപ്റ്റി ആണ്. അതുകൊണ്ട് എന്താ സുപ്രീമം പ്രോപ്പർട്ടി, കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി, അത് ഉപയോഗിച്ച് നോൺ എംപ്റ്റി ബൗണ്ടഡ് എബോവ് സെറ്റിന് സുപ്രീമം ഉണ്ട്. സുപ്രീമത്തിന്റെ പേര് ഞാൻ, അതിനാണ് സെറ്റിലെ നമ്പേഴ്സിനെയൊക്കെ നമ്മൾ എസ് എന്ന് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സുപ്രീമത്തിന്റെ പേര് ഞാൻ എക്സ് എന്ന് വിളിക്കുകയാണ്. Now we can prove ഒരു കാര്യം അറിയാം,
ദെൻ എന്താ നമ്മൾ മനസ്സിലാക്കിയേക്കുന്നത്? 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ഉള്ളൂ. 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ അതിനിടയ്ക്കാണ് നമ്മുടെ എക്സ് എന്ന് നമുക്കറിയാം. 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 എന്ന് നമുക്കറിയാം. 1 എക്സ് ലെസ് ദാൻ 2 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 എന്ന് നമുക്ക് അറിയാം. നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത് എന്താ? എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 ആവുന്ന ഒരു നമ്പർ ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എക്സ് സ്ക്വയർ ലെസ് ദാൻ 2ന്റെ സ്ട്രിക്ട്ലി ലെസ് ദാൻ 2ന്റെ സുപ്രീം ആണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അങ്ങേയറ്റത്തേക്ക് വരുമ്പോൾ അതിന്റെ സ്ക്വയർ 2 ആവും. സുപ്രീമം ഓഫ് എസ് എക്സിന്റെ സ്ക്വയർ 2 ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. നൗ വി പ്രൂവ് ദാറ്റ് നമ്മുടെ ഉദ്ദേശം, സുപ്രീം എടുത്തതിന്റെ ഉദ്ദേശം, ഇത് അതിന്റെ ഒരു അറ്റമായിട്ടാണ് കാണുന്നത്. എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 ആണ് സെറ്റ്. അതിന്റെ സുപ്രീം എടുക്കുമ്പോൾ നൗ വി പ്രൂവ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2. എക്സ് സ്ക്വയർ ഈക്വൽ ടു 2. എക്സ് സ്ക്വയറും 2ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ട്രൈക്കോട്ടമി പ്രോപ്പർട്ടി, ബൈ ട്രൈക്കോട്ടമി പ്രോപ്പർട്ടി വി ഹാവ് 3 ഓപ്ഷൻസ്. ഒന്നുകിൽ രണ്ട് നമ്പേഴ്സ് കമ്പയർ ചെയ്താൽ ആദ്യത്തേത് ചെറുതായിരിക്കണം, അല്ലെങ്കിൽ ആദ്യത്തേത് വലുതായിരിക്കണം, അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആയിരിക്കണം. എയ്തർ ഓഫ് ദ 3 കണ്ടീഷൻസ് ഹോൾഡ്. എയ്തർ എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 ഓർ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 ഓർ എക്സ് സ്ക്വയർ ഈക്വൽ ടു 2. എക്സ് സ്ക്വയറും 2 ആണ് ഇപ്പോൾ കമ്പയർ ചെയ്യുന്നത്. ഇത് മൂന്നിൽ ഏതെങ്കിലും സംഭവിക്കണം. ഇതിൽ ഇതും സംഭവിക്കുകയില്ല എന്ന് നമ്മൾ പറയും. എക്സ് സ്ക്വയർ ലെസ് ദാൻ 2ഉം എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2ഉം സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് നമ്പേഴ്സ് എടുത്ത് ഈ 3 സാധ്യതയേ ഉള്ളൂ, ഈ 2 സാധ്യതകൾ ഇല്ല എന്ന് നമ്മൾ പറയും. അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 ആണ് പോസിബിലിറ്റി എന്ന് നമ്മൾ പറയും. ഇതാണ് നമ്മളുടെ പ്രൂഫ് മെത്തേഡ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. എക്സ് സ്ക്വയറും 2ഉം കമ്പയർ ചെയ്താൽ ട്രൈക്കോട്ടമി പ്രോപ്പർട്ടി വഴി 3 പോസിബിലിറ്റി ഉള്ളൂ. ഒന്നുകിൽ എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 ആണ്, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 ആണ്, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 ആണ്. ഇതിൽ എക്സ് സ്ക്വയർ ലെസ് ദാൻ 2ഉം എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2ഉം പോസിബിൾ അല്ല എന്ന് നമ്മൾ പറയും. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കേസ് 1 ആയിട്ട് എടുക്കുന്നത് എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 എടുത്ത് നോക്കുവാണ്. അത് പോസിബിൾ ആണോ എന്ന് നോക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാവോ? എക്സ് പ്ലസ് 1/n അതിന്റെ സ്ക്വയർ ലെസ് ദാൻ 2 എന്ന് കിട്ടും എന്ന് പറയാൻ പോവാം. ഒരു നമ്പറിന്റെ സ്ക്വയർ ലെസ് ദാൻ 2 എന്ന് കിട്ടിയാൽ അത് എസിലുണ്ട്. അപ്പോൾ എക്സ് പ്ലസ് 1/n സ്ക്വയർ n is a natural number, 1/n is positive. x plus 1/nന്റെ സ്ക്വയർ ലെസ് ദാൻ 2 എന്ന് കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്താ? അത് നമ്മൾ പ്രൂവ് ചെയ്യും. അതിന്റെ അർത്ഥം എന്നാ? എക്സ് പ്ലസ് 1/n സ്ക്വയർ ലെസ് ദാൻ 2 എന്ന് കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്നാ? സ്ക്വയർ നമ്പറിന്റെ സ്ക്വയർ 2 താഴെയാണെങ്കിൽ ആ നമ്പർ എവിടെയാ? എസിലെയാണ്. എക്സ് പ്ലസ് 1/n എസിലുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. 1/n പോസിറ്റീവ് ആണ്. അപ്പോൾ എക്സ് പ്ലസ് 1/n എന്ന് പറഞ്ഞാൽ എക്സിനേക്കാളും കൂടുതലാണ്, അത് എസിലുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്താ എസിന്റെ സുപ്രീമം നമ്മൾ പറഞ്ഞിരിക്കുന്നത്? എസിന്റെ സുപ്രീമം എക്സാ. എക്സ് ഈക്വൽ ടു സുപ്രീമം ഓഫ് എസ് എന്ന് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സുപ്രീമത്തെക്കാൾ വലിയൊരു നമ്പർ ആ സെറ്റിൽ ഉണ്ടാകാൻ പറ്റുമോ? ഇല്ല. ദിസ് വിൽ ബി എ കോൺട്രഡിക്ഷൻ. അപ്പൊ ഈ കേസിൽ അതാ സംഭവിക്കുക. എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ എക്സ് സെറ്റിന്റെ സുപ്രീമം ആണ്. സെറ്റ് നോൺ എംപ്റ്റി ആണ്, ബൗണ്ടഡ് എബോവ് ആണ്. അതുകൊണ്ട് സെറ്റിന് ഒരു സുപ്രീമം ഉണ്ടാവും. അത് ഏതാണെന്ന് നമ്മൾ പറഞ്ഞില്ല, അതിനൊരു പേര് കൊടുത്തത്. സുപ്രീമം ആണ് എക്സ് എന്ന് ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കാൻ പോയാൽ എക്സിന് സുപ്രീമം ആകാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെ പ്രൂവ് ചെയ്യുമെന്ന് നോക്കാം. എക്സ് പ്ലസ് 1/n സ്ക്വയർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. എക്സ് സ്ക്വയർ പ്ലസ് 2x ഡിവൈഡഡ് ബൈ n, 2 × x × 1/n പ്ലസ് 1/n സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x/n. ഞാൻ ഇതിനെ കോമൺ ആയിട്ട് എഴുതാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ്. 1/n സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് 1/n സ്ക്വയർ ആ. n സ്ക്വയർ ഗ്രേറ്റർ ദാൻ n, അപ്പോൾ 1/n സ്ക്വയർ ലെസ് ദാൻ n ഈക്വൽ ടു 1 ഈക്വലും വരാം. അതുകൊണ്ട് 1/n സ്ക്വയർ, ബിക്കോസ് 1/n സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n. കാരണം എന്നാ? ആസ് n സ്ക്വയർ ഗ്രേറ്റർ ദാൻ n. n സ്ക്വയർ n-നേക്കാൾ വലുതായതുകൊണ്ട് 1/n സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n നമുക്കറിയാം. അപ്പൊ അത് ഉപയോഗിച്ചാൽ ഇങ്ങനെ പറയാം. അത് എഴുതുന്നതിന്റെ അർത്ഥം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാനാ. കോമൺ ഡിനോമിനേറ്റർ n വന്നാൽ 2x + 1 ഡിവൈഡഡ് ബൈ n എന്ന് എഴുതാം. ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു x + 1/n ഹോൾ സ്ക്വയറുമായിട്ട് കമ്പയർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. എക്സ് സ്ക്വയർ പ്ലസ് 2x + 1 ഡിവൈഡഡ് ബൈ n.
ഇനി എന്താ പറയാൻ പോകുന്നത്? എക്സ് പ്ലസ് 1/n ലെസ് ദാൻ 2 എന്ന് കിട്ടണം. ലെസ് ദാൻ 2 എന്ന് കിട്ടണമെങ്കിൽ റൈറ്റ് സൈഡിൽ 2 വരാവുള്ളൂ, ബാക്കിയൊക്കെ പോകണം. അപ്പോൾ ഇതൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ എന്താ എഴുതാൻ പോകുന്നത്? ലെസ് ദാൻ എക്സ് സ്ക്വയർ 2 മാത്രം മതി നമുക്ക് വെച്ച്. 2 ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ മറ്റേത് എഴുതിയതിന് പകരം നമുക്ക് 2 മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റിയാൽ ശരിയായി. ഇതൊക്കെ അസംഷൻസ് ആണ്, എഴുതാൻ പറ്റിയാൽ ശരിയായി. അപ്പോൾ എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്യും. എക്സ് പ്ലസ് 1/n ഹോൾ സ്ക്വയർ ലെസ് ദാൻ 2 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതണമെങ്കിൽ എന്നാ വേണം? ഇപ്പൊ നമ്മൾ എന്നാ ചെയ്തേ? 2x പ്ലസ് 1 ഡിവൈഡ് ബൈ n പകരം 2 കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അത് വേണമെങ്കിൽ സ്ട്രിക്ട്ലി ലെസ് ദാൻ എന്നും വേണം. എക്സ് പ്ലസ് 1/n ഹോൾ സ്ക്വയർ സ്ട്രിക്ട്ലി ലെസ് ദാൻ 2 ആണെങ്കിൽ എക്സ് പ്ലസ് 1/n എസ്സിലാവുള്ളൂ, എന്നാലേ പ്രശ്നം ഉണ്ടാവുള്ളൂ. നമ്മൾ പ്രശ്നം ഉണ്ടാക്കാൻ പോവാം. 2x പ്ലസ് 1 ഡിവൈഡഡ് ബൈ n ലെസ് ദാൻ 2 മൈനസ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 മൈനസ് എക്സ് സ്ക്വയർ എന്നൊരു റിലേഷൻ കിട്ടുവാണെങ്കിൽ ഇത് ശരിയാവും. അപ്പോൾ നമുക്ക് 2x പ്ലസ് 1 ഡിവൈഡ് ബൈ n പകരം 2 മൈനസ് എക്സ് സ്ക്വയർ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ക്യാൻസലേഷൻ നടന്നതിന് ശേഷം എക്സ് പ്ലസ് 1/n ഹോൾ സ്ക്വയർ ലെസ് ദാൻ 2 എന്ന് പറയാൻ പറ്റും. എക്സ് പ്ലസ് 1/n എസ്സിലെ എലമെന്റ് ആവും. എക്സ് പ്ലസ് 1/n എസ്സിലെ എലമെന്റ് ആയാൽ അത് എക്സ് സുപ്രീം ആയിട്ടുള്ള ഒരു സെറ്റിലെ എലമെന്റ് ആണെന്ന് വന്നു. അതൊരു സുപ്രീം എക്സ് ആണെങ്കിൽ അതിലും വലിയൊരു നമ്പർ അവിടെ ഉണ്ടാകാൻ പറ്റില്ല, അതൊരു കോൺട്രഡിക്ഷൻ. ഇതെന്താ നമ്മുടെ കേസ്? എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 എന്നുള്ളതാണ് നമ്മുടെ കേസ്. എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 ആണെങ്കിൽ നിങ്ങൾക്കറിയാം 2 മൈനസ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 ഇംപ്ലൈസ് 2 minus x square 2 ആവല്ലത്. 2 minus x square is greater than 0 എന്ന് നമുക്കറിയാം. Then you consider the number 2x plus 1. 2x plus 1. x is the supremum of the set. 1 less than x less than 2 എന്ന് നമ്മൾ പറഞ്ഞതാണ്. 1 less than x less than 2 എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഉറപ്പാണ് 2x പോസിറ്റീവ് ആണ്. 2x plus 1 എന്ന് പറയുന്നതും പോസിറ്റീവ് ആണ്. ഓൾസോ എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 എന്നുള്ളതുകൊണ്ട് 2 മൈനസ് എക്സ് സ്ക്വയർ 0 പോലും ആകത്തില്ല, പോസിറ്റീവ് ആണ്. ഓൾസോ വി നോ ദാറ്റ് എക്സ് ലൈസ് ബിറ്റ്വീൻ 1 ആൻഡ് 2. 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. അതുകൊണ്ട് 2x പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 0 ആണ് എന്ന് നമുക്കറിയാം. ദെൻ യു കൺസിഡർ ദ റേഷ്യോ 2 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2x plus 1. 2x plus 1. T equal to this number. That number is greater than 0. Now, Archimedean property corollary 2 implies that for every number greater than 0, there exists a natural number n such that 1 by n. For every t greater than 0, there exists nd such that 1 by nd less than t എന്നുള്ള Archimedean property corollary 2 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചാൽ നമുക്കൊരു n കണ്ടുപിടിക്കാൻ സാധിക്കും. ഫൈൻഡ് n using the Archimedean property. Find n such that 1 by n is less than this t. 2 minus x square. t എന്നതിനെ പേര് വിളിച്ച Archimedean property ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കണം എന്നേ ഉള്ളൂ Archimedean propertyയുടെ റെസ്ട്രിക്ഷൻ. പോസിറ്റീവ് നമ്പർ t തന്നാൽ അതിനേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പറിന്റെ റെസിപ്രോക്കൽ ഉണ്ട്. എന്നാലും നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്തതാണ് Archimedean property. 2 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2x പ്ലസ് 1 എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 0, t ഗ്രേറ്റർ ദാൻ 0 ഫോമിലാണ്. Therefore there exists an nd such that 1 by nd less than this t. 1 by n less than 2 minus x square divided by 2x plus 1 ആകുന്ന ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട്. സെലക്ട് ദാറ്റ് നാച്ചുറൽ നമ്പർ. ഈ നമ്പറിനെ സെലക്ട് ചെയ്താൽ 1 by n less than 2 minus x square divided by 2x plus 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ implies 2x plus 1 divided by n. 2x plus 1 divided by n is less than 2 minus x square എന്ന് നമുക്ക് പറയാൻ പറ്റും. 2x ഇതായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. 2x plus 1 by n less than 2 minus x square എന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ, അങ്ങനെ ഒരു n കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ, Archimedean property ഉപയോഗിച്ച് അങ്ങനെ ഒരു n ഉണ്ട്, അങ്ങനെ ഒരു n കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ എന്താ പറ്റിയേ? x plus 1 by n whole square is ലെസ് ദാൻ 2 എന്ന് പറയേണ്ടി വരും. നമ്പറിന്റെ സ്ക്വയർ ലെസ് ദാൻ 2 ആണെങ്കിൽ നമ്പർ എസ്സിലുണ്ട്. എസ്സിന്റെ സുപ്രീം ആണ് എക്സ്. അപ്പൊ സുപ്രീമത്തെക്കാൾ വലിയൊരു നമ്പർ എക്സ് പ്ലസ് 1 by n എക്സിനേക്കാൾ വലുത്, ഗ്രേറ്റർ ദാൻ എക്സ്, ഈക്വൽ ടു സുപ്രീമം ഓഫ് എസ്. എക്സ് പ്ലസ് 1 by n എലമെന്റ് ഓഫ് എസ്. സുപ്രീമത്തെക്കാൾ വലിയൊരു നമ്പർ എസ്സിലുണ്ട് എന്ന് പറയേണ്ടി വരുന്നു. അപ്പോൾ ഇതെല്ലാം എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 എന്നുള്ളതിനെ ബേസ് ചെയ്താണ്. അപ്പോൾ എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ് പ്ലസ് 1 by n ആണ് സെറ്റിന്റെ സുപ്രീം എന്ന് പറയേണ്ടി വരുന്നു. കോൺട്രഡിക്ഷൻ ഉണ്ടായത് എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 എന്ന് പറഞ്ഞുകൊണ്ടാണ്.
എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 എന്നൊരു പോസിബിലിറ്റി ഇല്ല. ട്രൈക്കോട്ടമി പ്രോപ്പർട്ടി പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഹോൾഡ് ചെയ്യണം എന്നേ ഉള്ളൂ, രണ്ട് നമ്പേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യത്തില്ല, എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 ഇല്ല. ഇത്